ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 7/1/2021. ബാബ ഇന്ന് നമ്മളോട് പറയുന്നു, मीठे बच्चे, जब ये भारत स्वर्ग था तब तुम घोर सोचने में थे, अभी अंधियारा है, फिर सोचने में चलो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഭാരതം സ്വർഗമായിരുന്നപ്പോൾ, നമ്മളുടെ ഭാരതം സ്വർഗമായിരുന്നപ്പോൾ നിങ്ങൾ അതിഘോരമായ പ്രകാശത്തിലായിരുന്നു. ഇപ്പോൾ അന്ധകാരം വന്നിരിക്കുകയാണ്. വീണ്ടും വെളിച്ചത്തിലേക്ക് പോകണം, നമുക്ക് പോകാം. ഭാരതം സ്വർഗത്തിലായിരുന്നപ്പോൾ നിങ്ങൾ അതിഘോരമായ പ്രകാശത്തിലായിരുന്നു. ഇപ്പോൾ അന്ധകാരമാണ്, വീണ്ടും നമുക്ക് വെളിച്ചത്തിലേക്ക് മടങ്ങാം. प्रश्न, बाप अपने बच्चों को कौन सी एक कहानी सुनाने आए हैं? ബാബ തൻ്റെ കുട്ടികൾക്ക് ഏതൊരു കഥ കേൾപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് ബാബ ചോദിക്കുകയാണ്. ഏത് കഥ കേൾപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു? उत्तरम, बाबा कहते, मीठे बच्चे, मैं तुम्हें 84 जन्मों की कहानी सुनाता हूँ.
ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുകയാണ്. तुम जब पहले पहले जन्म में थे तो एक ही देवी धर्म था. फिर तुमने 2 युग के बाद बड़े बड़े मंदिर बनाए. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ജന്മത്തിലായിരുന്നപ്പോൾ ഒരേ ഒരു ദേവീധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ദേവതാധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നിങ്ങൾ 2 യുഗങ്ങൾക്ക് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഭക്തി ശുരുക്കി, ഭക്തി ആരംഭിച്ചു. അഭി തുമാരാ യേ അന്ത് കെ ഭി അന്ത് കാ ജന്മ ഹേ. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. തുമ്നെ പുക്കാര ദുഃഖഹർത്ത സുഖകർത്ത ആവൂ അബ് മേ ആയാ ഹും. നിങ്ങൾ എന്നെ വിളിച്ചു. ബാബ പറയാണ്, നിങ്ങളാണ് എന്നെ വിളിച്ചത്. ദുഃഖഹർത്ത സുഖകർത്ത, എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കി എനിക്ക് സുഖം തരുന്നവനെ വരൂ. ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഗീതം ആജ് അന്ധേരേ മേ ഹേ ഇൻസാൻ. ഇന്ന് അന്ധകാരത്തിലാണ് മനുഷ്യൻ. ഏതന്ധകാരം? അപ്പോൾ അത് നമുക്ക് ബാബ പറഞ്ഞു തരികയാണ്. ഓം ശാന്തി. तुम बच्चे जानते हो अब ये कलयुगी दुनिया है, सब अंधियारे में है. കുട്ടികൾക്കറിയാം, ഇപ്പോൾ ഇത് കലിയുഗി ലോകമാണ്, സർവരും ഇരുട്ടിലാണ്. പെഹലെ സോജരമേഥേ, പക്ഷേ മുമ്പേ വെളിച്ചത്തിലായിരുന്നു, പ്രകാശത്തിലായിരുന്നു. ജബ്കി ഭാരത് സ്വർഗ് ഥ, ആ സമയത്ത് ഭാരതം സ്വർഗമായിരുന്നു. യഹി ഭാരതവാസി जो अभी अपने को हिंदू कहलाते हैं वो असूल देवी देवताएं थे. ഇപ്പോഴത്തെ ഇതേ ഭാരതവാസി അവർ സ്വയം ഹിന്ദു എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അവർ വാസ്തവത്തിൽ ആരായിരുന്നു? ഈ ഹിന്ദുക്കൾ ദേവീദേവന്മാരായിരുന്നു. ഭാരത് മേ സ്വർഗവാസി ഥേ ജബ് ഓർ കോയി ധർമ്മ നഹി ഥ. ഭാരതത്തിൽ സ്വർഗവാസികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മറ്റ് ധർമ്മങ്ങൾ ഇല്ലായിരുന്നു. ഏക് ഹി ധർമ്മ ഥ. ബാബ പറയാണ്, ഒരേ ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗ്, വൈകുണ്ഠ്, ബഹിസ്ത്, ഹെവൻ, ഈ സബ് ഇസ് ഭാരത് കെ നാം ഥേ. സ്വർഗം, വൈകുണ്ഠം, ബഹിസ്ത്, ഹെവൻ, ഇതെല്ലാം ഈ ഭാരതത്തിൻ്റെ പേരായിരുന്നു. ഇത് പല ഭാഷകളിൽ പല മതങ്ങൾ പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഈ ഭാരതമായിരുന്നു. സ്വർഗത്തിൻ്റെ ആ മഹത്വം ഒന്ന് ഓർമ്മിച്ച ഭാരതത്തിൻ്റെ മഹത്വം. ഭാരത് പവിത്ര ഓർ പ്രാചീൻ ധനവാൻ ഥ. ഭാരതം പവിത്രമായിരുന്നു, പ്രാചീനമായ ധനവാൻ രാജ്യമായിരുന്നു. സ്വർഗമേ അഭിത്വ ഭാരത്, ഇപ്പോഴോ അന്നത്തെ ആ സമ്പന്നമായ ഭാരതം, അന്നത്തെ ആ സുവർണ ഭാരതം. ഇന്ന് അബ് ഭാരത് കങ്കാൾ ഹേ, ക്യോങ്കി അഭി കലിയുഗ് ഹേ. ഇപ്പോൾ ഭാരതം ദരിദ്രമാണ്, കാരണം ഇപ്പോൾ കലിയുഗമാണ്. തും ജാൻതേ ഹോ ഹം അന്ധിയാരെ മേ ഹേ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. ജബ് സ്വർഗമേഥേ തോ സോജനമേഥേ. നമ്മൾ സ്വർഗത്തിലായിരുന്നപ്പോൾ നമ്മൾ നല്ല വെളിച്ചത്തിലായിരുന്നു. സ്വർഗ രാജരാജേശ്വർ രാജരാജേശ്വരി ശ്രീ ലക്ഷ്മി നാരായൺ ഥേ. സ്വർഗത്തിലെ രാജരാജേശ്വരനും രാജരാജേശ്വരിയും ശ്രീ ലക്ഷ്മി നാരായണൻ ആയിരുന്നു. ബാബ പറയാണ്, ഉनको സുഖധാം കഹാ ജാതാ ഹൈ. ആ ലോകത്തെ സുഖധാമം എന്ന് വിളിക്കുന്നു. तो बाप से ही तुमको स्वर्ग का वर्षा लेना है. ബാബയിൽ നിന്നാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുക്കേണ്ടത്. ജിസ്കോ ജീവൻ മുക്തി കഹാ ജാത്താ ഹെ. ആ സ്വർഗത്തെയാണ് ജീവൻ മുക്തി എന്ന് വിളിക്കുന്നത്. ബാബ തരുന്ന വളരെ ഉയർന്ന സമ്പത്താണ് ജീവൻ മുക്തി. അഭി തോ സബ് ജീവൻ ബന്ധമേ ഹെ. അപ്പോൾ ബാബ ജീവൻ ബന്ധനവും ജീവൻ മുക്തിയും പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഈ ഭാരതത്തിലുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളവരെല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ഖാസ് ഭാരത് ഓർ ആം ദുനിയ रावण की जेल में है, शोक वाटिका में है. ऐसा नहीं रावण सिर्फ लंका में था और राम भारत में था, उसने आकर सीधा चुराई. അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല.
അപ്പോൾ ഇവിടെ ബാബ പറയാണ് ഈ ഭാരതം അഥവാ ഈ മുഴുവൻ ലോകം രാവണൻ്റെ ജയിലിലാണ്, ശോകവനത്തിലാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും രാവണൻ്റെ തടവിലാണ്, ദുഃഖം നിറഞ്ഞ വനത്തിലാണ്. അങ്ങനെയല്ല, രാവണൻ ലങ്കയിലും രാമൻ ഭാരതത്തിലുമായിരുന്നു. എന്നിട്ട് ആ ലങ്കയിൽ നിന്നും രാവണൻ വന്ന് രാമൻ്റെ സീതയെ കട്ടുകൊണ്ട് പോയി. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. യേ തോ സബ് ഹേ ദന്തകഥായി, ഇതെല്ലാം തന്നെ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്. तो गीता है मुख्य सर्वशास्त्रमयी शिरोमणि श्रीमद् अर्थात भगवान की सुनाई हुई है भारत में. ഗീതയാണ് മുഖ്യം, ഗീതയാണ് മുഖ്യം. സർവശാസ്ത്രമയി ശിരോമണി ശ്രീമത്, അർത്ഥം ഭഗവാനാൽ കേൾപ്പിക്കപ്പെട്ടതാണ്. സർവശാസ്ത്രമയി ശിരോമണി എന്ന് പറയാൻ കാരണം ഇത് ഭഗവാൻ കേൾപ്പിച്ചതാണ് ഭാരതത്തിൽ വെച്ച്. മനുഷ്യത്വ കൊയ്ക്കോ സദ്ഗതി കർണൈ സക്തെ, മനുഷ്യർക്കൊരിക്കലും ആരുടെയും സദ്ഗതി ചെയ്യാൻ പറ്റില്ല. സത്യുഗമേധേ ജീവൻ മുക്ത് ദേവി ദേവതായെ ജിനോനെ ഈ വർഷ കലിയുഗ അന്ധമേ പായാഥ. സത്യുഗത്തിൽ ജീവൻ മുക്തരായ ദേവി ദേവന്മാർ ഉണ്ടായിരുന്നു. അവർ ഈ സമ്പത്ത് കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ പ്രാപ്തമാക്കിയതാണ് എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ദേവി ദേവന്മാർക്ക് ഈ ജീവൻ മുക്തിയാകുന്ന സമ്പത്ത് എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് കാലഘട്ടത്തിലാണ് അവരത് പ്രാപ്തമാക്കിയതെന്ന് ചോദിച്ചാൽ അത് കലിയുഗത്തിൻ്റെ അന്തിമത്തിലാണ് അവരത് പ്രാപ്തമാക്കിയത്. ഭാരതവാസിയും കൊയ്യെ പതാ നഹി നാ കൊയ് ശാസ്ത്രമേ ഹേ, ഭാരതവാസികൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, അതൊന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുമില്ല. ശാസ്ത്രമേ ഹേ ഭക്തി മാർഗക്ക ജ്ഞാൻ, ശാസ്ത്രങ്ങളിലുള്ളത് ഭക്തിമാർഗത്തിലെ ജ്ഞാനമാണ്. സദ്ഗതി മാർഗക്ക ജ്ഞാൻ മനുഷ്യ മാത്രമേ ബിൽക്കുൽ ഹൈ നഹി, സദ്ഗതി മാർഗത്തിലെ ജ്ഞാനം ഈ ലോകത്തിലെ മനുഷ്യരിൽ തെല്ലുപോലും ഇല്ല എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ബാബ പറയാണ് അബ് സബ് ഭക്തി സിക്കലാനെ വാലേ, ആരും സദ്ഗതി തരുന്നവരല്ല, പക്ഷെ എല്ലാവരും ഭക്തി പഠിപ്പിക്കുന്നവരാണ്. കഹെങ്കി ശാസ്ത്ര പഠൂ ദാന പുണ്യ കരൂ, ഈ ഭക്തി ദ്വാപർ സെ ചലി ആത്തി ഹെ. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ശാസ്ത്രങ്ങൾ വായിക്കൂ, നിങ്ങൾ ദാനപുണ്യങ്ങൾ ചെയ്യൂ. ഈ ഭക്തിയെല്ലാം ദ്വാപരം തൊട്ടേ നടന്നു വരുന്നുണ്ട്. സത്യുഗോർ ത്രേതാമേ ഹേ ജ്ഞാനിക്ക് പ്രാലബ്ധ, സത്യുഗത്തിലും ത്രേതയിലും ഉള്ളത് ജ്ഞാനത്തിൻ്റെ പ്രാലബ്ധമാണ്. ऐसे नहीं कि वहाँ भी ये ज्ञान चलता आता है, അവിടെ ഈ ജ്ഞാനം ഉണ്ടോ സത്യുഗത്തിൽ? ഇല്ല. ഇവിടെ പഠിച്ച ജ്ഞാനത്തിൻ്റെ ഫലം പ്രാലബ്ധമാണ് അവിടെയുള്ളത്. तो ये जो वर्षा भारत को था वो बाप से संगम युग पर ही मिला था जो फिर अभी तुमको मिल रहा है. അപ്പോൾ ബാബ പറയാണ് ഈ സമ്പത്ത് ഭാരതത്തിനുണ്ടായിരുന്നു. ഭാരത സുവർണ ഭാരതമായിരുന്നു, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സമ്പൽ സമൃദ്ധമായ ഭാരതമായിരുന്നു. പക്ഷെ ആ സമ്പത്ത് ബാബയിൽ നിന്ന് സംഗമയുഗത്തിലാണ് ഭാരതത്തിന് കിട്ടിയത്. അത് വീണ്ടും ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. भारतवासी जब नरकवासी बेहद दुखी बन जाते हैं तब पुकारते हैं हे पतित पावन ദുഃഖഹർത്ത സുഖകർത്ത. ഭാരതവാസികൾ നരകവാസികളും പരിധിയില്ലാത്ത ദുഃഖിതരും ആയിത്തീരുമ്പോഴാണ് ആ പരിധിയില്ലാത്ത ദുഃഖം സഹിക്കവയ്യാതെയാണ് അവർ വിളിക്കുന്നത് ഹേ പതിത പാവന ദുഃഖഹർത്ത സുഖകർത്ത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ആരുടെ ദുഃഖഹർത്ത സുഖകർത്ത, ആരുടെ പതിത പാവനൻ? ബാബ ആരെ വന്നാണ് പവിത്രമാക്കിയത്? ബാബ ആരുടെ ദുഃഖമാണ് ഹരിച്ചു കൊടുത്തത്? तो भारतवासी जब नरकवासी सर्व का, क्योंकि भारत का दुनिया आम सब में 5 विकार है. ബാപ്പ് ഹേ പതിത പാവൻ. അപ്പോൾ ബാബ സർവരുടെയും ദുഃഖം ഹരിക്കുന്നവനാണ്. ബാബ അറിയണം, മുഖ്യമായിട്ട് ഭാരതം, മുഴുവനായിട്ട് ഈ ലോകത്തിന് മുഴുവനും ബാബ സദ്ഗതി തരികയാണ്. കാരണം എന്താ? ഈ ലോകത്തിലുള്ള സർവരിലും ഈ 5 വികാരം ഉണ്ട് എന്ന് ബാബ പറഞ്ഞു തരികയാണ്. അഹല്യായേം ഗണികായേം और जो गुरु लोग हैं इन सबका उद्धार मुझे ही करना पड़ता है क्योंकि ये तो है ही पतित दुनिया. അഹല്യ, ഗണിക, ഗുരുക്കന്മാർ, സന്യാസിമാർ
ഇവരെ സർവരെയും ഒരേ ഒരു ബാബ തന്നെയാണ് ഉദ്ധരിക്കേണ്ടി വരുന്നത്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഒരു പതിതമായ ലോകമാണ്. ഇതിനുള്ളിൽ എത്ര ഗുരുക്കന്മാരുണ്ടെങ്കിലും അവർക്കും പോണല്ലോ മേലോട്ട്. അപ്പോൾ ബാബ തന്നെയാണ് സർവരെയും ഉദ്ധരിക്കുന്നത്. പാവൻ ദുനിയ സത്യുഗക്കോ കഹാ ജാത്ത ഹെ. സത്യുഗത്തെയാണ് പാവനമായ ലോകം എന്ന് വിളിക്കുന്നത്. ഭാരതമേ ഇനി ലക്ഷ്മി നാരായൺ കാ രാജ്യ ഥാ. ഈ ഭാരതത്തിൽ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ബാബ പറയാണ്, ഭാരതവാസി യെ നഹി ജാനത്തെ कि ये स्वर्ग के मालिक दे. പതിത ഖണ്ഡ് മാന ജൂട്ട് ഖണ്ഡ്, പാവൻ ഖണ്ഡ് മാന സച്ച് ഖണ്ഡ്. പതിതമായ ദേശം എന്ന് വെച്ചാൽ അർത്ഥം അസത്യമായ ദേശം, പാവനമായ ദേശം എന്ന് വെച്ചാൽ അർത്ഥം സത്യമായ ദേശം എന്നല്ലേ. तो ഭാരത് പാവൻ खंड था. ये भारत है अविनाशी खंड जो कभी विनाश नहीं होता है. ഭാരതം പാവനമായ ദേശമായിരുന്നു. ഈ ഭാരതം അവിനാശി ദേശമാണ്. ഇതിനൊരിക്കലും വിനാശം ഉണ്ടാവുന്നില്ല. ജബ് ഇൻകാ രാജ്യ താ തോ ഓർ കോയ് കണ്ട് ദേ നഹി. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നപ്പോൾ മറ്റ് ഒരു ദേശങ്ങളും ഇല്ലായിരുന്നു, ഒരു ഭൂഖണ്ഡങ്ങളും ഇല്ലായിരുന്നു. തോ വോ സബി ബാദ് മേ ആത്തേ ഹെ. മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളും പൊങ്ങി വരുന്നത് പിന്നീടാണ്. ബാബ പറയാണ്, മനുഷ്യനെ തോ ലാഖോ വർഷക്ക ലിഖ് ദിയാ ഹെ. മനുഷ്യർക്ക് ഇതിലൊക്കെ വിശ്വസിക്കാൻ പാട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യരിങ്ങനെ ലക്ഷക്കണക്കിന് വർഷം അങ്ങ് എഴുതി വെച്ചു. അതാണ് കാരണം. ബാബ് കേത്തെ ഹേ കൽപ്പക്ക് ആയു 5000 വർഷ ഹേ. ബാബ നമുക്ക് പറഞ്ഞിരുന്നത് കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. വോ ഫിർ കരുതത്തെ മനുഷ്യ 84 लाख ജന്മ ലേത്തെ ഹേ. അവർ പിന്നെ പറയുന്നത് എന്താണ്, മനുഷ്യർ 84 ലക്ഷം ജന്മം എടുക്കും. മനുഷ്യക്കോ കുത്ത ബില്ലി ഗദ്ദ ആദി സബ് ബനാദിയ. മനുഷ്യനാണെങ്കിൽ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കഴുതയായിട്ടും ഒക്കെ ജന്മം എടുക്കുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പരന്തു കുത്തേ ബില്ലി കാ ജന്മ അലഗ് ഹേ, 84 लाख വെറൈറ്റി ഹേ. അപ്പോൾ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, പട്ടി പട്ടിയായിട്ട് തന്നെ ജനിക്കും, അതുപോലെ പൂച്ച പൂച്ചയായിട്ട് തന്നെ ജനിക്കും. ഇവരുടെയൊക്കെ ജന്മം വേറെ വേറെയാണ്. 84 ലക്ഷം വെറൈറ്റി പ്രാണികളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യക്ക് വെറൈറ്റി ഏക്കി ഹേ. ബാബ ഇത് പറഞ്ഞു തരികയാണ്, മനുഷ്യൻ്റെ വെറൈറ്റി ഒന്നേ ഉള്ളൂ. ഉനക്ക് ഹി 84 ജന്മ ഹേ. മനുഷ്യന് മാത്രമാണ് 84 ജന്മം ഉള്ളത്. ബാബ് കേത്തെ ഹേ ഭാരതവാസി അപ്പനെ ധർമ്മക്കോ ഡ്രാമ പ്ലാൻ അനുസാർ ഭൂൽ ഗയേ. ബാബ പറഞ്ഞു തരികയാണ്, ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് മറന്നുപോയി. കലിയുഗ് അന്ത്യമേ ബിൽക്കുൽ ഹി പതിത് ബൻപടെ. കലിയുഗ് അന്ത്യത്തിൽ പൂർണ്ണമായിട്ടും മറന്നുപോയി എന്ന് വേണം പറയാൻ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് തൻ്റെ സ്വന്തം ധർമ്മം, കർമ്മം, ആ ശ്രേഷ്ഠത, ആ ദിവ്യത്വം എല്ലാം മറന്നുപോയി. സിർഫ് ബാബ് സംഗം पर आकर फिर पावन बनाते हैं. इसको कहा जाता है ദുഃഖധാം. फिर ഭാരത് സുഖധാം होगा. പിന്നെ ബാബ സംഗമത്തെ വന്ന് പാവനാക്കി മാറ്റുന്നു. ഇതിനെയാണ് ദുഃഖധാമം എന്ന് പറയുന്നത്. പിന്നീട് വീണ്ടും ഭാരതം സുഖധാമം ആകും. ബാബ് कहते हैं हे बच्चों तुम भारतवासी स्वर्गवासी थे फिर तुम 84 ജന്മോं की सीढ़ी उतरते हो. ബാബ പറയാണ്, ഹേ കുട്ടികളെ, നിങ്ങൾ ഭാരതവാസികളും നിങ്ങൾ സ്വർഗവാസികളായിരുന്നു. പിന്നീട് നിങ്ങൾ 84 ജന്മങ്ങളുടെ പടി ഇറങ്ങി വന്നതാണ്. സദോ സെ രജോ തമോ മേ ജരൂർ ആനാ ഹേ. എന്നിട്ട് ബാബ പറയാണ്, നിങ്ങൾ പണ്ട് സധോ അവസ്ഥയിൽ ഇരുന്നവരാണ്, സധോ പ്രധാനം. അവിടെ നിന്ന് രജോ തമോയിൽ ഇറങ്ങി വന്നേ പറ്റൂ. തും ദേവതാവോ ജയ്സാ ധനവാൻ എവർ ഹാപ്പി എവർ ഹെൽത്തി വെൽത്തി കോയി നഹി ഹോത്ത. നിങ്ങൾ ദേവതകളെപ്പോലെ ധനവാന്മാരും എവർ ഹാപ്പിയും എവർ വെൽത്തിയും എവർ ഹെൽത്തിയും വേറെ ആരും തന്നെ ആവുന്നില്ല. എവർ ഹാപ്പിയാണ്, സദാസമയത്തേക്ക് ആരോഗ്യവാന്മാരും സന്തോഷവാന്മാരും സമ്പന്നരും വേറെ ആരുമേ ഇല്ല. ഭാരത് കിത്നാ സാഹുക്കാർ ഥാ, ഹീരെ ജവഹരത്തോ പത്തരോ മിസൽ ഥേ. ഭാരതം എത്ര സമ്പന്നരായിരുന്നു. വജ്രവൈഡൂര്യങ്ങളെല്ലാം കല്ല് പോലെ കിടന്നിരുന്നു. ദോ യുഗ് ബാദ് ഭക്തി മാർഗമേ ഇത്തനേ ബഡേ ബഡേ മന്ദിർ ബനാത്തെ. 2 യുഗങ്ങൾക്ക് ശേഷം ഭക്തിമാർഗത്തിൽ വലിയ വലിയ ക്ഷേത്രങ്ങളാണ് പണിതത് എന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. तो वो भी कितना भारी मंदिर बनाई. അതും എത്ര ഭാരിച്ച ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിയത്. സോമനാഥ് കാ മന്ദിർ സബ്സെ ബഡാ ഥാ.
സോമനാഥ ക്ഷേത്രമാണ് അതിൽ ഏറ്റവും വലുതായിരുന്നത്. സിർഫ് ഏക്ക് മന്ദിർ തോ നെയ് ഹോഗാന. അപ്പോൾ ഒരു രാജാവ് ഒരു ക്ഷേത്രം പണിതപ്പോൾ മറ്റുള്ള രാജാക്കന്മാരും എന്ത് ചെയ്തു കാണും? എത്രയോ ക്ഷേത്രങ്ങൾ പണിത് കാണും. वो भी कितने भारी मंदिर बनाए और भी राजाओं के मंदिर थे, कितना लूट कर ले गए. വേറെയും രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. എത്രയാണ് അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയത്. ബാബ് തും ബച്ചോങ്കോ സ്മൃതി ദിലാത്തെ ഹെ. ബാബ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. ഇതെല്ലാം ഓർമ്മിപ്പിക്കുകയാണ് ബാബ. ഈ രാജയോഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതെല്ലാം ബാബ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര ഉയർന്നതായിരുന്നു നമ്മുടെ ഭാരതം, എത്ര ഉയർന്നതായിരുന്നു നമ്മൾ. തുംകോ കിത്തന സാഹുക്കാർ ബനായ ഥ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങളെ ഞാൻ എത്ര സമ്പന്നരാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. തും സർവഗുണ സമ്പന്ന് 16 കല സമ്പൂർണതേ. നിങ്ങൾ സർവഗുണ സമ്പന്നമായിരുന്നു, 16 കല സമ്പൂർണ്ണമായിരുന്നു. ഇതൊക്കെ ബാബ ഓർമ്മിപ്പിക്കുകയാണ്. യഥാ മഹാരാജ മഹാറാണി തഥാ പ്രജ. അവിടെ മഹാരാജ മഹാറാണി എങ്ങനെയായിരുന്നോ അതുപോലെയാണ് പ്രജ. ഉനോക്കോ ഭഗവാൻ ഭഗവതി ബി കഹ് സക്തേ ഹേ. അവരെ ഭഗവാൻ എന്നും ഭഗവതി എന്നും വേണമെങ്കിൽ വിളിക്കാം. പരന്തു ബാപ്പിനെ സംജായ ഭഗവാൻ ഏക് ഹേ വോ ബാപ്പ് ഹേ. പക്ഷേ ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഭഗവാൻ ഒന്നേ ഉള്ളൂ, അത് ബാബയാണ്. सिर्फ ईश्वर व प्रभु कहने से भी याद नहीं आता कि वो सभी आत्माओं का बाप है. വെറുതെ ഈശ്വര പ്രഭോ എന്നൊന്നും വിളിച്ചാലൊന്നും അങ്ങനെയൊന്നും ഓർമ്മ വരില്ല, എല്ലാ ആത്മാക്കളുടെ അച്ഛനാണെന്ന്. അത് ബാബ വന്ന് പറഞ്ഞ് തന്നാൽ തന്നെ നമുക്ക് ഓർമ്മ വരും. ബാപ്പ് കഹാനി ബൈറ്റ് സുനാത്തെ ഹേ. അഭി തുമാരെ ബഹുത് ജന്മോं के अंत का जन्म है, एक की बात नहीं ना कोई युद्ध का मैदान आदि. ബാബ നമ്മളെ കഥ കേൾപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ഇത് ഒരാളിൻ്റെ കാര്യമല്ല, യുദ്ധ മൈതാനവും അല്ല. ഭാരതവാസി ഈ സബ് ഭൂൽ ഗയേ കി ഇനോങ്കാ രാജ്യത. ഈ ഭാരതത്തിലുള്ളവർ ഇതൊക്കെ മറന്നുപോയി. ഈ ദേവീദേവന്മാരുടെ രാജ്യമായിരുന്നു, ഇപ്പോഴില്ല, ഇതൊക്കെ മറന്നുപോയി. तो सत्युग की आयु लंबी कर देने से बहुत दूर ले गए. സത്യുഗത്തിൻ്റെ ആയുസ് വളരെ അങ്ങ് നീട്ടിക്കളഞ്ഞതിനാൽ, നീണ്ടതാക്കി കളഞ്ഞതിനാൽ വളരെ ദൂരെ വരെ കൊണ്ടുപോയി. तो बाप आकर समझाते हैं मनुष्य को भगवान नहीं कह सकते. ബാബ വന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്, മനുഷ്യനെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. മനുഷ്യനെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. മനുഷ്യ കിസിക്ക് സദ്ഗതി നഹി കർ സക്തെ. എന്തുകൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല? മനുഷ്യർക്ക് ഒരാൾക്ക് പോലും സദ്ഗതി ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കഹാവത്ത് ഹേ. അപ്പോൾ ഇങ്ങനെയാണ് ചൊല്ല്, സർവ്വ കാ സദ്ഗതി ദാത പതിതോ കാ പാവൻ കർത്ത ഏക് ഹേ. സർവരുടെയും സദ്ഗതി ദാതാവ്, പതിതരുടെ പാവന കർത്താവ്, പതിതരെ പാവനമാക്കി മാറ്റുന്നവൻ ഒരു ബാബ മാത്രമാണ്. तो एक ही सच्चा बाबा है जो सच्चखंड की स्थापन करने वाला है. ഒരേ ഒരു സത്യമായ ബാബ, ആ ബാബ സത്യമായ ദേശം സ്ഥാപിക്കുന്നവനാണ്. ഒരേ ഒരു സത്യമായ ബാബ മാത്രം സത്യമായ ദേശം സ്ഥാപിക്കുന്നവൻ. പൂജ भी करते हैं परंतु भक्ति मार्ग में तुम किसकी पूजा करते आए हो, एक की भी बायोग्राफी को नहीं जानते, इसलिए बाप समझाते हैं तुम शिव जयंती तो मनाते हो ना. അപ്പോൾ ബാബ പറയാണ്, എത്ര പൂജ നടത്തുന്നുണ്ടായിരുന്നു ഈ ഭാരതവാസികൾ, നിറയെ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭക്തിമാർഗത്തിൽ നിങ്ങൾ ആരെയെല്ലാം പൂജിച്ചുകൊണ്ടിരുന്നോ അതിലൊരാളിൻ്റെ പോലും ജീവചരിത്രം നിങ്ങൾക്കറിയില്ല, ഒരാളിൻ്റെ പോലും കഥ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ബാബ മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ ഈ ശിവജയന്തി ആഘോഷിക്കാറില്ലേ, ശിവരാത്രി ആഘോഷിക്കാറില്ലേ? അപ്പോൾ ആ ശിവൻ ആരാണ് എന്ന് ചോദിച്ചു നോക്കണം ഭക്തന്മാരുടെ അടുത്ത്, അല്ലേ? तो बाप है नई दुनिया का രചയിത, ഹെവൻലി ഗോഡ് ഫാദർ. ബാബ പുതിയ ലോകത്തിൻ്റെ രചയിതാവാണ്. അതുപോലെ ബാബ ഹെവൻലി ഗോഡ് ഫാദറാണ്. ബാബ ബേഹദ് കാ സുഖ് ദേനെ വാല. ബാബയുടെ വളരെ വലിയൊരു ഗുണമാണ്, ബാബ പരിധിയില്ലാത്ത സുഖം തരുന്നവനാണ്. ബാബയും പരിധിയില്ലാത്തവനാണ്, ബാബ പരിധിയില്ലാത്ത സുഖം തരുന്നവനാണ്. സത്യുഗ് മേ ബഹുത് സുഖ് താ. वो कैसे और किसने സ്ഥാപൻ किया. സത്യുഗത്തിൽ വളരെയേറെ സുഖം ഉണ്ടായിരുന്നു. അതാരാ സ്ഥാപിച്ചത്, അതെങ്ങനെയാണ് സ്ഥാപിച്ചത്? സത്യുഗം ആര് സ്ഥാപിച്ചു, എങ്ങനെ സ്ഥാപിച്ചു?
ये बाप ही ബട്ട് സംജാത്തെ. ഇതൊന്നും ഈ ലോകത്തിൽ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഇത് ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ പറയാണ്, नरकवासी को आकर स्वर्गवासी बनाना, भ्रष्टाचारियों को श्रेष्ठाचारी देवता बनाना, यह तो बाप का ही काम है. നരകവാസിയെ സ്വർഗവാസിയാക്കി മാറ്റുക, ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരി ദേവതയാക്കി മാറ്റുക, ഇത് ബാബയുടെ മാത്രം കാര്യമാണ്. ബാബയ്ക്ക് സാധിക്കും. ബാബ് कहते मैं तुम बच्चों को पावन बनाता हूँ, तुम स्वर्ग के मालिक बनते हो ना. ബാബ പറയാണ്, ഞാൻ കുട്ടികളെ പാവനമാക്കി മാറ്റുന്നു, നിങ്ങളാണെങ്കിൽ സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് മാറുകയാണ്. തുംക പതിത് കോൺ ബനാത്തെ ഹേ. സ്വർഗത്തിൻ്റെ അധികാരിയൊക്കെ ആയിരുന്നു ആ സ്വർഗത്തിൽ ജീവിച്ച ദേവതകളായ നിങ്ങളെ പിന്നീട് ആരാണ് പതിതമാക്കി മാറ്റിയത്? ഏ രാവൺ. അത് രാവണനാണ്. तो मनुष्य कह देते दुख भी ईश्वर ही देते. മനുഷ്യരെന്താ പറയുന്നത്? ദുഃഖവും ഈശ്വരനാണ് തരുന്നത്. बाप कहते हैं मैं तो सभी को इतना सुख देता हूँ जो फिर आधा कल्प तुम बाप की सिमरन नहीं करेंगे. ബാബ പറയാണ്, ഞാൻ സർവർക്കും അത്രമാത്രം സുഖം തരുന്നുണ്ട്. ആ സുഖം പിന്നീട് അരക്കൽപ്പം വരെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ആ അരക്കൽപ്പം സുഖത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും ബാബയെ സ്മരിക്കേണ്ടി വരില്ല. फिर जब रावण राज्य होता है तो सबकी पूजा करने लग पड़ते हैं. പിന്നീട് എപ്പോഴാണോ രാവണ രാജ്യം വരുന്നത് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സർവരുടെയും പൂജ ചെയ്യാൻ തുടങ്ങുന്നത്. तो ये है तुम्हारा बहुत जन्मों का अंत का जन्म. ഇത് നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. कहते हैं बाबा कितने जन्म हम लिए. बाबा कहते हैं मीठे मीठे भारतवासियों, हे आत्माएं, अब तुमको बेहद का वर्षा देता हूँ बच्चे, तुमने 84 जन्म लिए. അപ്പോൾ ബാബയോട് ചോദിക്കും, ബാബ നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടാവും എന്ന് ബാബയോട് ചോദിക്കും. അപ്പോൾ ബാബ പറയാണ്, മധുരമധുരമായ ഭാരതവാസികളെ, ഭാരതീയരെ, ഹേ ആത്മാക്കളെ, ഞാൻ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്താണ് തരുന്നത്. ആ സമ്പത്ത് മുഴുവൻ അനുഭവിക്കാൻ നിങ്ങൾ 84 ജന്മം എടുക്കണം. അപ്പോൾ നിങ്ങൾ 84 ജന്മമാണ് മക്കളെ എടുത്തിട്ടുള്ളത്. अब तुम 21 जन्म के लिए बाप से वर्षा लेने आए हैं. ഇപ്പം നിങ്ങൾ 21 ജന്മത്തേക്കായി ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ തന്ന സമ്പത്ത് 21 ജന്മം വരെ സമ്പൂർണ്ണമായിട്ടും പിന്നെ അടുത്ത ബാക്കിയുള്ള ജന്മങ്ങൾ നമ്മളുടെ കൂടെ അവസാനം വരെ ആ ഒരു അംശം കാണും. ബാബ പറയാണ്, സബീത്തോ ഇക്കട്ടെ നെഹി ആയെങ്കിൽ, എല്ലാവരും ഒന്നിച്ച് വരില്ല. तुम ही सत्युग का सूर्यवंशी पद फिर से लेते हो, अर्थात सच्चे सत्य बाबा से सत्य नर से नारायण बनने का ज्ञान सुनते हो. ബാബ പറയാണ്, നിങ്ങൾ തന്നെയാണ് സത്യുഗത്തിലെ സൂര്യവംശ പദവി വീണ്ടും എടുക്കുന്നത്. അർത്ഥം സത്യമായ അഥവാ സത്യബാബയിൽ നിന്നും സത്യനരനിൽ നിന്ന് നാരായണനാകാനുള്ള ജ്ഞാനം നിങ്ങളിപ്പോഴാണ് ബാബയിൽ നിന്ന് കേൾക്കുന്നത്. तो ये है ज्ञान और वो है ഭക്തി. ബാബ നമ്മളെ കേൾപ്പിക്കുന്നത് ജ്ഞാനമാണ്, മറ്റത് ഭക്തിയാണ്. ശാസ്ത്രാദി സബ് ഹേ ഭക്തി മാർഗ്ഗത്തിലെ, ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. ये ജ്ഞാനമാർഗ്ഗക്കെ നെയ് ഹേ, ശാസ്ത്രങ്ങളൊന്നും ജ്ഞാനമാർഗത്തിലേതല്ല എന്ന് ബാബ പറഞ്ഞു തരികയാണ്. तो ये है स्पिरिचुअल रूहानी नॉलेज, सुप्रीम रूह बैठ नॉलेज देते हैं. ഇത് സ്പിരിച്വലായ ആത്മീയമായ അറിവാണ്. ഇത് സുപ്രീം ആത്മാവ് നമുക്ക് ഈ ജ്ഞാനം തരുന്നു. അപ്പോൾ ബാബ ജ്ഞാനം തരുന്നത് എന്തിനാണ്? ബച്ചോങ്കോ ദേഹി അഭിമാനി ബന്നാഹി, കുട്ടികൾ ആത്മാഭിമാനി ആവണം. അപ്പനേക്കോ ആത്മനിശ്ചയക്കർ മാമേകം യാത് കരോ, സ്വയം ആത്മാവാണെന്നുള്ള നിശ്ചയം ഉറപ്പിച്ച് നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ് സംജാത്തെ ഹേ ആത്മാ മേ ഹി അച്ഛേ വ ബുരാ സംസ്കാർ ഹോത്താ ഹേ, ജിസ് അനുസാർ ഹി മനുഷ്യക്കോ അച്ഛാ വ ബുരാ ജന്മം മിൽത്താ ഹേ. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മാവിലാണ് നല്ലതോ ചീത്തയോ ആയ സംസ്കാരം ഉള്ളത്. അതനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? നല്ലതോ ചീത്തയോ ആയ ജന്മം കിട്ടുന്നത്. बाप समझाते हैं वो ये जो पावन था अंतिम जन्म में पतित है തത്വം. ബാബ മനസ്സിലാക്കി തരികയാണ്. അതായത് ഇപ്പോൾ
ഒരു ദേവതാത്മാവും ആദ്യം പാവനായിരുന്നു, പിന്നീട് പതിതമാവും, വീണ്ടും പാവനമാകണം. ബ്രഹ്മബാബ പാവനായിരുന്നു, ഇപ്പോൾ പതിതമായി, വീണ്ടും പാവനാകണം. അതുകൊണ്ടാണ് തത്വം. വീണ്ടും നമുക്ക് ആ പവിത്രമായ അവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങണം. തിരിച്ചു മടങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രയാസമില്ല. കാരണം ഞാൻ തന്നെ ആയിരുന്നു, ഞാൻ തന്നെ പവിത്രമായിരുന്നു, ഇപ്പം ഞാൻ തന്നെയാണ് പതിതമായത്. വീണ്ടും തിരിച്ചെത്തണം. मुझे बाप को इस पुरानी रावण दुनिया पतित दुनिया में आना पड़ता है. आना भी उस तन में है जो फिर पहले नंबर में जाना है. എനിക്ക് ബാബ പറയാണ്, ബാബയ്ക്ക് ഈ പഴയ രാവണ ലോകത്തിലേക്ക്, പതിത ലോകത്തിലേക്ക് വന്നേ പറ്റൂ. കാരണം ബാബ വരേണ്ടതും ഈ ശരീരത്തിൽ തന്നെയാണ്, ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ തന്നെയാണ്. ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ബാബ എന്തുകൊണ്ടാണ് വന്നത്? ബ്രഹ്മബാബയാണ് നമ്പർ വൺ. सूर्यवंशी ही पूरे 84 जन्म लेते हैं. तो ये है ब्रह्मा और ब्रह्मवंशी ब्राह्मण. സൂര്യവംശികളാണ് പരിപൂർണമായും 84 ജന്മം എടുക്കുന്നത്. അപ്പോൾ അത് ആരാണ്? ബ്രഹ്മാവും ബ്രഹ്മവംശജരായ ബ്രാഹ്മണരുമാണ്. ഇനി ബാബ അടുത്ത പോയിന്റ് പറഞ്ഞു തരികയാണ്. बाप समझाते तो रोज है, पत्थर बुद्धि को पारस बुद्धि बनाना मासी का घर नहीं है. ബാബ ദിവസേന ഈ ജ്ഞാനം പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബാബ ദിവസേന ഈ ജ്ഞാനം പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം കല്ല് ബുദ്ധിയെ പവിഴ ബുദ്ധി ആക്കുക എന്ന് പറഞ്ഞാൽ ചിറ്റമ്മയുടെ വീടൊന്നുമല്ല എന്ന് ബാബ പറയാണ്. അത്ര സഹജമല്ല. കല്ല് പവിഴം ആകണ്ടേ? ഒരുപാട് ജ്ഞാനം മനസ്സിലാക്കണം. ഹേ ആത്മായെ അബ് ദേഹി അഭിമാനി ബനോ. ഹേ ആത്മാക്കളെ, ഇപ്പോൾ ആത്മാഭിമാനിയാകൂ. हे आत्माए एक बाप को याद करो और राजाई को याद करो. ഹേ ആത്മാക്കളെ, നിങ്ങൾ ഒരു ബാബയെ ഓർമ്മിക്കൂ, രാജപദവി ഓർമ്മിക്കൂ. ദേഹക്കെ സംബന്ധക്കോ ചോടോ, ദേഹബന്ധങ്ങളെ ഉപേക്ഷിക്കൂ. മരണാത്തോ സബീക്കോ ഹേ, എല്ലാവരും തന്നെ മരിച്ചേ പറ്റൂ. സബ്ക്കി വാനപ്രസ്ഥ അവസ്ഥ ഹേ, സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. तो एक सद्गुरु बिगर सर्व का सद्गति दादा कोई हो नहीं सकता. ഒരു സദ്ഗുരുവിനല്ലാതെ സർവർക്ക് സദ്ഗതി തരാൻ മറ്റാർക്കും കഴിയില്ല. ഇതൊക്കെ ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ് कहते हैं, ഹേ ഭാരതവാസി ബച്ചോ തും പഹലെ പഹലെ മേരെ സേ ബിച്ചുടേ ഹോ. ബാബ പറയാണ്, ഹേ ഭാരതവാസി കുട്ടികളെ, നിങ്ങളാണ് ആദ്യം എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ. ഓർ ധർമ്മവാലൊക്കെ ജന്മത്തോടെ ഹോത്തേ ഹേ. മറ്റ് ധർമ്മത്തിലുള്ളവർക്കൊക്കെ ജന്മം കുറച്ചേ ഉള്ളൂ. ആത്മായെ സാരാ ചക്ര കേസേ ഫിർത്താ ഹേ. സോ ബാബ് ബൾ സംജാത്തെ. ഈ മുഴുവൻ ചക്രവും എങ്ങനെ കറങ്ങുന്നു എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ജോ ധാരൺ നഹി കർ സക്തെ ഉൻകെ ലിയെ ഭി ബഹുത് സഹജ് ഹേ. ഈ കാര്യങ്ങളെല്ലാം ധാരണ ചെയ്യിക്കാൻ പറ്റാത്തവർക്കും യഥാർത്ഥത്തിൽ ഇത് വളരെ സഹജം തന്നെയാണ്. ആത്മായേം ധാരൺ കർത്തി ഹേ പുണ്യാത്മാ പാപാത്മാ ബൻതി ഹേ ന തുമാരാ യേ 84വാ യാ അന്തിം ജന്മ ഹേ. ആത്മാക്കളാണ് ധാരണ ചെയ്യുന്നത്, പുണ്യാത്മാവും പാപാത്മാവും ഒക്കെ ആകുന്നത്. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്, 84ാമത്തെ ജന്മമാണ്. തും സബ് വാനപ്രസ്ഥ അവസ്ഥമേ ഹോ. ബാബ പറയാണ്, നിങ്ങൾ സർവരും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. അതെന്താ ബാബ അങ്ങനെ പറയുന്നത് വാനപ്രസ്ഥ അവസ്ഥ എന്ന്? കാരണം ഭൂമിക്ക് അതിൻ്റെ വിനാശ സമയമെത്തി, 5000 വർഷം പൂർത്തിയായി. അപ്പം നമ്മളെല്ലാ ആത്മാക്കൾക്കും അതിൻ്റെ അന്തിമ സമയമായി. അപ്പോൾ ആത്മാവിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥ അവസ്ഥ വാലേ ഗുരു കർത്തേ ഹേ മന്ത്ര ലേനയ്ക്കില്ലേ. ഈ വാനപ്രസ്ഥ അവസ്ഥയിലുള്ള അവരാണ് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് മന്ത്രമെടുക്കാൻ. തുംകോ തോ അഭി ദേഹധാരി ഗുരു കർണിക്ക് ദർക്കാർ നഹി. നിങ്ങൾക്കിപ്പോൾ ദേഹധാരി ഗുരുവിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ബാബ അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾക്കിപ്പം ദേഹധാരി ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. വാനപ്രസ്ഥ അവസ്ഥ വാലേ ഗുരു കർത്തേ ഹേ മന്ത്ര ലേനയ്ക്കില്ലേ. തും സബ്കാ മേ ബാപ് ടീച്ചർ ഗുരു ഹും. ഞാൻ നിങ്ങൾ സർവരുടെയും അച്ഛൻ ടീച്ചർ ഗുരുവാണ്. മുझे कहते भी हो ഹേ പതിത പാവൻ ശിവബാബ. എന്നെ വിളിക്കുന്നുണ്ട് ഹേ പതിത പാവന ശിവബാബ. അവ സ്മൃതിയായി സബ ആത്മാവും ക ബാപ്പ് ഹേ. ബാബ പറയാണ്, ഇപ്പം നമുക്കെല്ലാം ഓർമ്മ വന്നു. ബാബ നമ്മളെ എന്ത് ഓർമ്മിപ്പിക്കുന്നു അല്ലേ? എല്ലാ കാര്യവും പറഞ്ഞ് 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 എത്ര പ്രാവശ്യം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ മറക്കുന്നു. സർവ്വാത്മാക്കളുടെ അച്ഛനാണ് ബാബ. ബാബയ്ക്ക് സർവ്വാത്മാക്കളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മ സത്ത് ഹേ, ചൈതന്യ ഹേ, ക്യോങ്കി അമർ ഹേ.
ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. കാരണം എന്താ? ആത്മാവിന് അമരത്വമുണ്ട്. സബി ആത്മാവുമേ പാർട്ട് ബരാ ഹുവാ ഹെ. സർവ ആത്മാക്കളിലും പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ബാബി സത്യ ചൈതന്യ ഹേ. ബാബയും സത്യമാണ്, ചൈതന്യമാണ്. ये मनुष्य सृष्टि का बीज रूप होने के कारण कहते हैं मैं सारे झाड़ के आदि मध्य अंत को जानता हूँ, इसलिए मुझे नॉलेजफुल कहा जाता है. അതായത് ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമായതിനാൽ ബാബ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ മുഴുവൻ സൃഷ്ടിയുടെയും മുഴുവൻ സൃഷ്ടി വൃക്ഷത്തിൻ്റെയും ആദ്യ മധ്യത്തെക്കുറിച്ച് അറിയുന്നവനാണ്. അതിനാൽ ബാബയെ എന്ത് വിളിക്കാം? ബാബയെ നോളജ്ഫുൾ എന്ന് വിളിക്കാം. തുംകോ ബി സാരി നോളജ് ഹേ. നിങ്ങളും നിസ്സാര ആൾക്കാരല്ല. ബാബ മുഴുവൻ ജ്ഞാനം നിങ്ങളിലേക്ക് പകർന്ന് തന്നു കഴിഞ്ഞു. നിങ്ങൾക്കും എല്ലാം അറിയാം. ബീജ് സെ ജാഡ് कैसे निकलता है, जाड़ बढ़ने में टाइम लगता है ना. बाप कहते हैं मैं बीज रूप हूँ, अंत में सारा झाड़ ജഡ്ജഡിഭൂത അവസ്ഥ को पा लेता है. ഒരു വിത്തിൽ നിന്നും എങ്ങനെയാണ് വൃക്ഷം ഉണ്ടാകുന്നത്? അപ്പോൾ സൃഷ്ടിചക്രവും അല്ലെങ്കിൽ കൽപ്പവൃക്ഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ ആ വൃക്ഷം വളരണ്ടേ? അത് വളരാൻ സമയമെടുക്കും. ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ ബീജരൂപമാണ്. അന്തിമത്തിൽ മുഴുവൻ വൃക്ഷവും ജഡ്ജഡീഭൂത അവസ്ഥയെ പ്രാപ്തമാക്കുന്നു. അഭിദേക്കോ ദേവി ദേവതാ ധർമ്മ കാ ഫൗണ്ടേഷൻ ഹൈ നഹി. ഇപ്പം നോക്ക്, ദേവതാധർമ്മത്തിൻ്റെ ഫൗണ്ടേഷനേ ഇല്ല. പ്രായഹ ഗും ഹേ. ആ അസ്ഥിവാരം ഉണ്ടല്ലോ, ആ അടിത്തറ എല്ലാം ഇല്ലാതായിരിക്കുകയാണ്. जब देवता धर्म गुम हो जाता है तब बाप को आना पड़ता है, एक धर्म की स्थापना कर बाकी सबका विनाश करा देते. ഈ ദേവതാധർമ്മം മൺമറഞ്ഞു പോകുമ്പോൾ മാത്രമാണ് ബാബയ്ക്ക് ഇവിടെ വരേണ്ടി വരുന്നത്. ഒരു ധർമ്മം സ്ഥാപിക്കാനും ബാക്കി സർവ്വതിൻ്റെയും വിനാശം ചെയ്യിക്കാനും. പ്രജാപിത ബ്രഹ്മദ്വാര ബാബ് സ്ഥാപന കരാരേ ഹെ. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ സ്ഥാപന നടത്തിക്കുകയാണ്. ആദി സനാതൻ ദേവതാധർമ്മക്ക്. ഏത് ധർമ്മത്തിൻ്റെ? ബാബ സ്ഥാപിക്കുന്ന ധർമ്മം അതാണ് ആദി സനാതന ദേവതാധർമ്മം. ഏ ബി സാരി ഡ്രാമ ബനാ ഹുവാ ഹെ. ഇതെല്ലാം മുഴുവൻ ഡ്രാമ നേരത്തെ കൂട്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. എനിക്ക് എൻ്റെ ഹോത്തിനെ ഈ ഡ്രാമ ഇങ്ങനെ കറങ്ങുകയില്ല ചക്രം പോലെ. ഇതിനൊരു അവസാനമൊന്നുമില്ല. ബാപ്പ് ആത്തെ ഹെ അന്തുമേ. ബാബ വരുന്നത് അന്തിമത്തിലാണ്. ജബ്കി സൃഷ്ടി കാ ആദ്യ മധ്യ അന്ത് കാ നോളജ് സുനാനാ ഹെ തോ ജറൂർ സംഗം പർ ആയെങ്കിൽ. സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കേണ്ട സമയം എപ്പോഴാണ്? ആ അന്ത്യം ആവുമ്പോഴല്ലേ? എന്നാലല്ലേ അന്ത്യം കൂടെ കേൾപ്പിക്കാൻ പറ്റൂ. ബാബയ്ക്ക് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആദി മധ്യ അന്ത്യത്തിൻ്റെ അറിവാണ്. അപ്പോൾ ബാബ അത് എപ്പോഴാണ് വന്ന് കേൾപ്പിക്കേണ്ടത്? അന്തിമ സമയത്ത്. അപ്പോൾ അത് സംഗമത്തിലാണ്. തുമാര ഏക് ബാബ് ഹേ, ആത്മായി സബ് ബ്രദേഴ്സേ. അപ്പോൾ ബാബ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾക്ക് ഒരു അച്ഛനാണുള്ളത്, ബാക്കി എല്ലാവരും നിങ്ങളുടെ സഹോദരങ്ങളാണ്. മൂലവധന്മ രഹനെ വാലി, മൂലവധനത്തിൽ വസിക്കുന്നവർ ഉസ് ഏക് ബാബ് കോ സബ് യാദ് കർത്തേ ഹേ. ആ ഒരു അച്ഛനെ സർവരും ഓർമ്മിക്കും. ദുഃഖമേ സിമിരൻ സബ് കരെ. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും. രാവണ രാജ്യമേ ദുഃഖഹേന. രാവണ രാജ്യത്തിൽ ദുഃഖത്തിന് വല്ല കുറവുണ്ടോ? വളരെയധികം ദുഃഖമാണ്. ദുഃഖത്തിൻ്റെ മേലെ ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. യഹാ സിമിരൻ കർത്തേ ഹേ തോ ബാബ് സബ്ക സദ്ഗതി ദാത ഏക് ഹേ. ഇവിടെയാണെങ്കിൽ സ്മരിക്കും. അതായത് ബാബ സർവരുടെ സദ്ഗതി ദാത ഒരാളാണ്. ഉനിക്ക് ഹി മഹിമ ഹേ. മഹിമ മുഴുവൻ ബാബയ്ക്കാണ്. ബാബ് നഹി ആയേ തോ ഭാരത് കോ സ്വർഗ് കോൺ ബനാവേ. ബാബ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭാരതത്തെ സ്വർഗമാക്കി ആര് മാറ്റും? ബാബ ചോദിക്കുകയാണ്. ഇസ്ലാമി ആദി ജോ ബി ഹേ സബ് ഇസ് സമയ തമോ പ്രധാൻ ഹേ. ഇസ്ലാമികളെല്ലാം ആരെല്ലാം ഈ ഭൂമിയിലുണ്ടോ അവരെല്ലാം തമോ പ്രധാനമാണ്. സബ്കോ പുനർജന്മത്തോ ജരൂർ ലേനാ ഹേ. എല്ലാവർക്കും പുനർജന്മം എടുത്തേ പറ്റൂ. അഭി പുനർജന്മം മിൽത്താ ഹേ നരകമേ. ഇപ്പം നരകത്തിലാണ് പുനർജന്മം കിട്ടുന്നത്. ऐसे സ്വർഗമേ ചലെ ജാത്തെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ജैसे ഹിന്ദു ലോഗ് कहते हैं സ്വർഗവാസി ഹുവ तो ജരൂർ നരകമേ ഥാന. ഹിന്ദുക്കൾ പറയുമല്ലോ സ്വർഗത്തിൽ പോയെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നരകത്തിലായിരുന്നു എന്നല്ലേ അർത്ഥം. അഭി സ്വർഗമേ ഗയ തുമാരെ മുഖമേ ഗുലാബ്. ഇപ്പോൾ ദാ സ്വർഗത്തിലാണ് പോയത്. അപ്പോൾ ബാബ പറയണത് നിങ്ങളുടെ വായിൽ റോസാ പുഷ്പം. तो स्वर्गवासी हुआ तो फिर नरक के ആസുരീയ വൈഭവ് तो उनको क्यों खिलाते हो? അവർ സ്വർഗത്തെ പോയെങ്കിൽ ഈ നരകത്തിലെ ആസുരീയമായ സദ്യ അല്ലെങ്കിൽ ആഹാരം എന്തിനാ അവരെ കൊണ്ട് കഴിപ്പിക്കുന്നത്? ബംഗാൾ മേ മച്ഛലി ആദി ബി കിലാത്തെ ഹേ. ബംഗാളിലൊക്കെ ആണെങ്കിൽ
ഈ മരിച്ചുപോയവരെ മത്സ്യം കൂടെ കഴിപ്പിക്കും. അരെ ഉനക്കോ ഏ സബ് ഖാനയ്ക്ക് ദർക്കാറി ക്യാ ഹെ? ഈ മരിച്ചുപോയ ആളിന് ഇതെല്ലാം കഴിക്കേണ്ട ആവശ്യം എന്താ? कहते हैं ഫലാന പാർ നിർവാൺ ഗയ. ബാപ്പ് कहते ये सब है ഗപ്പോടെ. ഇങ്ങനെയും പറയും ചിലർ, അവർ നിർവ്വാണം പ്രാപിച്ചു എന്ന് പറയും. ബാബറിന് ഇതെല്ലാം വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളാണ്. വാപ്പസ് കോയി ബി ജാ നഹി സക്തേ. തിരിച്ച് ആർക്കും മടങ്ങാൻ കഴിയില്ല. ഇത് വളരെ വലിയൊരു സത്യമാണ്. ജബ്കി പഹലെ നമ്പർ വാലോം കോ ഹി 84 ജന്മ ലേനെ പടത്തെ ഹെ. ബാബ പറയണ ആദ്യത്തെ നമ്പറിൽ വന്ന വളരെ പവിത്രമായ ആത്മാക്കൾ പോലും 84 ജന്മം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ ആരാണ് പോയത്? ആരും പോയിട്ടില്ല. വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ് സംജാത്തെ ഇസ്മേ കോയി തക്ലീഫ് നെയ്. ബാബ മനസ്സിലാക്കി തരാണ്. ഈ ജ്ഞാനം മനസ്സിലാക്കാനും ഇത് പ്രാക്ടിക്കലിൽ കൊണ്ടുവരാനും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനും ഒരു പ്രയാസവും ഇല്ല. ഭക്തിമാർഗമേക്ക് ഇത്തനി തക്ലീഫ്. ഭക്തിമാർഗത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. രാം രാം ജപ്തേ രോമാഞ്ച് കടേ ഹോ ജാത്തേ വോ സബ് ഹേ ഭക്തിമാർഗ്. ഭക്തിമാർഗത്തിലാണെങ്കിൽ രാം 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 എന്ന് ജപിച്ച് 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 ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരങ്ങ് പോകും. അവർക്ക് രോമാഞ്ചം വരും. ബാബ പറഞ്ഞ അതെല്ലാമാണ് ഭക്തിമാർഗം. ഈ സൂര്യ ചാന്ദ് ഭി തും ജാൻതേ ഹോ കി രോഷ്നി കർണേ വാലി ഹേ. ഈ സൂര്യനും ചന്ദ്രനും എല്ലാം നിങ്ങൾക്കറിയാം പ്രകാശം തരുന്നവരാണ്. ഈ കോയി ദേവതായും തൊടി ഹേ. ഇവരാരെങ്കിലും ദേവതകളാണോ? വാസ്തവമേ ജ്ഞാന സൂര്യ ജ്ഞാന ചന്ദ്രമ ജ്ഞാന സിത്താരേ ഹേ ഉനോക്കി മഹിമ ഹേ. വാസ്തവത്തിൽ ജ്ഞാനസൂര്യൻ ജ്ഞാനചന്ദ്രൻ ജ്ഞാന നക്ഷത്രങ്ങളാണ്. ബാബ പറഞ്ഞില്ലേ ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്. നമ്മൾ സത്യത്തിൽ വെളിച്ചത്തിലായിരുന്നു. സംഗമയുഗത്തിലും നമ്മൾ വെളിച്ചത്തിലാണ്. കാരണം എന്താണ്? ജ്ഞാനസൂര്യൻ, ജ്ഞാനചന്ദ്രൻ, ജ്ഞാന നക്ഷത്രങ്ങൾ സമ്പൂർണ്ണ പ്രകാശമയമായൊരു ലോകത്തിലാണ്, ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജ്ഞാനസൂര്യൻ, ജ്ഞാനചന്ദ്രൻ, ജ്ഞാന നക്ഷത്രങ്ങൾ ഉനോക്കി മഹിമാഹെ. ഇവരുടെയാണ് മഹിമ. ഓ ഫിർ കഴുതെത്തി സൂര്യദേവതായ നമഃ ചന്ദ്രദേവതായ നമഃ. ഭക്തന്മാരെന്ത് പറയും? സൂര്യനും ദേവതയാണ്, ചന്ദ്രനും ദേവതയാണ്. ഉനക്കോ ദേവതാ സമജ് പാനി ദേത്തെ ഹേ. എൻ്റെ ബാബ പറയാണ് സൂര്യനെ ദേവതയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വെള്ളം അഭിഷേകമൊക്കെ ചെയ്യുന്നത്, ജലാഭിഷേകം. तो बाप समझाते हैं वो सब है भक्ति मार्ग जो फिर भी होगा. ബാബ മനസ്സിലാക്കി തരുന്ന അതെല്ലാം ഭക്തി മാർഗമാണ്, അത് വീണ്ടും സംഭവിക്കും. पहले होती है अव्यभिचारी भक्ति, एक शिव बाबा की, फिर देवताओं की, फिर उधरते उधरते अभी तो देखो टिवाटे पर भी मिट्टी का दीवा जगाए तेल आदि डाल उनकी भी पूजा करते हैं. ആദ്യം സംഭവിക്കുന്നത് അവ്യഭിചാരി ഭക്തിയാണ്, ഒരു ശിവബാബയുടെ ഭക്തി. പിന്നെ ദേവതകളുടെ, പിന്നീട് ഇറങ്ങി 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 അതപതിച്ച് അവസാനം ഒരു മൂന്നും കൂടിയ ജംഗ്ഷൻ, 3 വഴികൾ, 3 കൂടിയ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലും ഒരു മൺദീപമൊക്കെ കൊളുത്തി വെച്ച് അവിടെ അങ്ങ് പൂജ തുടങ്ങും. തത്വം കിവി പൂജ കർത്തേഹൻ. ബാബ പറയും ഭക്തിയുടെ അധപതനം, തത്വങ്ങളെ പൂജിക്കും. മനുഷ്യവും കബി ചിത്രബനായ പൂജ്തേഹൻ. മനുഷ്യരുടെയും ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ച് പൂജിക്കും. അബ് ഇൻസെ പ്രാപ്തി കുച്ച് ബി നാ ഹോത്തി. അതിൽ നിന്നൊന്നും ഒരു പ്രാപ്തിയും ഉണ്ടാവില്ല എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ഇനുബാത്തോക്കോ തും ബച്ചേ ഹി സമസ്തേ ഹോ. ഈ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. അച്ഛാ മീറ്റേ മീറ്റേ സിഖിലതേ ബച്ചോം പ്രതി മാത് പിതാ बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണ के लिए മുഖ്യ സാർ. എന്താണ് ഇന്ന് ബാബ പറഞ്ഞത്? ബാബ മുറിയിലിരുന്ന ഹോംവർക്കുകളൊക്കെ എന്താണ്? നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം. അതൊക്കെ ഇന്നത്തെ ദിവസം പല പ്രാവശ്യം അഭ്യസിക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ് आत्मा से बुरे संस्कारों को निकालने के लिए देही अभिमानी रहने का अभ्यास करना है. ആത്മാവിൽ നിന്നും മോശമായ സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ ആത്മാഭിമാനിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ആത്മാവിൽ നിന്ന് ചീത്ത സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ ആത്മാഭിമാനിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ये अंतिम 84वां जन्म है, वानप्रस्थ अवस्था है, इसलिए पुण्यात्मा बनने की मेहनत करनी है. ഇത് അന്തിമമായ 84ാമത്തെ ജന്മമാണ്, വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ പുണ്യാത്മാവാകാൻ വേണ്ടി പരിശ്രമിക്കണം. ഇത് അന്തിമ 84ാമത്തെ ജന്മം, വാനപ്രസ്ഥ അവസ്ഥ.
ഇനി സമയമില്ല, അതുകൊണ്ട് ഇപ്പോൾ പുണ്യാത്മാവാകാനുള്ള പരിശ്രമം നടത്തണം. അടുത്ത പോയിൻ്റാണ്, ദേഹ് കെ സബ് സംബന്ധം കോ ചോട് ഏക് ബാപ് കോ ഓർ രാജായി കോ യാദ് കർണായി. ദേഹത്തിൻ്റെ സർവ്വബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കണം, രാജ്യപദവി ഓർമ്മിക്കണം. ബീജ് ഓർ ജാഡ് കാ ജ്ഞാൻ സിമരൻ കർ സദാ ഹർഷിത് രഹനായി. ബീജവും വൃക്ഷവും, ബീജം വൃക്ഷം, ഈ ജ്ഞാനം സ്മരിച്ച് സ്മരിച്ച് സദാ ഹർഷിതമായിരിക്കണം, സദാ സന്തോഷമായിരിക്കണം. ഇനി ഇന്ന് ബാബ തരുന്ന വരദാനം, അതായത് ഇന്ന് സദ്ഗുരുവാറാണ്. വിശ്വപരിവർത്തനത്തിൻ്റെ ശ്രേഷ്ഠ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ടും ഡബിൾ ലൈറ്റ് രഹനെ വാലെ ആധാരമൂർത്തുഭവ. വിശ്വപരിവർത്തനത്തിൻ്റെ ശ്രേഷ്ഠ കാര്യങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ടും ഡബിൾ ലൈറ്റ് ആയിരിക്കുന്ന ആധാരമൂർത്തി ഭവ. जो ആധാരമൂർത്തി होते हैं उनके ऊपर ही സാരി ജിമ്മേവാരി रहती है. ഈ ആധാരമൂർത്തികളായിട്ട് ആരിയ്ക്കുന്നു, അവർക്കാണ് മുഴുവൻ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്. अब बाप जिस रूप से जहाँ भी कदम उठाएंगे वैसे अनेक आत्माएं आपको फॉलो करेगी, ये जिम्मेवारी है. ഇപ്പോൾ നിങ്ങൾ ഏത് രൂപത്തിൽ എവിടെ ചുവട് വെച്ചാലും അതേപോലെ അനേക ആത്മാക്കൾ നിങ്ങളെ അതേപടി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. ഇത് കർമ്മ സിദ്ധാന്തമാണ്. ഈ ഒരു ഉത്തരവാദിത്വം ആധാരമൂർത്തികളായിരിക്കുന്നവർക്കുണ്ട്. ലേക്കിൻ ഈ ജിമ്മേവാരി അവസ്ഥക്കോ ബനാനെ ബോധ് മദത് കർത്തിയെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ആ ഒരു ഉത്തരവാദിത്വം, ഇങ്ങനൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം സഹായിക്കും. ക്യോങ്കി ഇസ്സേ അനേക ആത്മാവുക്ക് ആശീർവാദം മിൽത്തി ഹെ. കാരണം ഇതിലൂടെ അനേക ആത്മാക്കളുടെ ആശീർവാദം കിട്ടും. ജിസ് കാരൻ ജിമ്മേവാരി ഹൽക്കി ഹോ ജാത്തി. അത് കാരണം ഉത്തരവാദിത്വം വളരെ ലൈറ്റാവും. तो ये जिम्मेवारी തക്കാവട്ട് മിട്ടാനി വാലി ഹെ. ഈ ഉത്തരവാദിത്വം നമ്മളുടെ ക്ഷീണം ഇല്ലാതാക്കും. ഈ ഉത്തരവാദിത്വം നമ്മളുടെ ക്ഷീണം ഇല്ലാതാക്കും. ഏത് ഉത്തരവാദിത്വമാണ്? അതായത് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ അനേക ആത്മാക്കൾ അതേപടി അനുകരിക്കും. അപ്പോൾ ഇതൊരു വലിയ ഉത്തരവാദിത്വ ബോധമാണ്. ഇത് വളരെ വലിയൊരു കർമ്മ സിദ്ധാന്തമാണ്. ഇത് എപ്പോഴും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലതേ ചെയ്യാവൂ, ശ്രേഷ്ഠ കർമ്മമേ ചെയ്യാവൂ. स्लोगन, दिल और दिमाग दोनों का बैलेंस रख सेवा करने से सफलता मिलती है. ഹൃദയവും ബുദ്ധിയും ഇത് രണ്ടിൻ്റെയും ബാലൻസ് വെച്ച് സേവ ചെയ്യുന്നതിലൂടെ സഫലത ലഭിക്കും. ഇത് രണ്ടും എങ്ങനെയാണ് ബാലൻസ് വയ്ക്കുന്നത്? അപ്പം യഥാർത്ഥത്തിൽ ബുദ്ധി എന്തിനാണെന്ന് വെച്ചാൽ കാര്യങ്ങളെ പകുത്തറിയാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിർണയം നടത്താനും ഒക്കെയുള്ളൊരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയാണ് ബുദ്ധി. പക്ഷേ കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഹൃദയമുള്ളവർക്ക് ക്ഷമിക്കാനും മറക്കാനും, ശരി തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ കാര്യങ്ങൾ സമയത്തിന് നടന്നിട്ടുണ്ടാവില്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും മറക്കാനും ക്ഷമിക്കാനും പിന്നെയും അത് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അവരെ ഉയർത്താനും ഒക്കെ ഹൃദയമുള്ളവർക്കേ സാധിക്കും. അപ്പോൾ ഹൃദയമുള്ളവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും. പക്ഷെ ബുദ്ധി അവിടെ ആവശ്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അത് ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെയും ബാലൻസ് വെച്ച് സേവ ചെയ്താൽ നമുക്ക് സഫലത കിട്ടും. ഇന്നത്തെ സോമാനം ആധാരമൂർത്തി. എങ്ങനെയുള്ള ആധാരമൂർത്തി? വിശ്വപരിവർത്തനത്തിൽ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന, അങ്ങനെ ഡബിൾ ലൈറ്റ്. കാരണം എത്ര ഉത്തരവാദിത്വമാണെങ്കിലും നമ്മൾ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം എടുക്കേണ്ട ഡബിൾ ലൈറ്റ് ആയിരിക്കുന്ന ആധാരമൂർത്തി ഭവ. അപ്പോൾ നമ്മൾ സോമാനം എന്താണ്? ആധാരമൂർത്തി ആത്മാവാണ്. അതാണ് സോമാനം. പിന്നെ ബാബ മുരളിയിൽ എന്താ പറഞ്ഞത്? ബാബ ശരിക്കും നമ്മൾ ജീവൻ ബന്ധനത്തിലായിരുന്നു, ഇപ്പോൾ ജീവൻ മുക്ത അവസ്ഥയാണ്. ലോകത്തിലെല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. അപ്പോൾ ജീവൻ മുക്തി തരുന്നത് ബാബ മാത്രമാണ്. ഇതൊക്കെ ബാബ നമ്മൾക്ക് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ ഒരിക്കലും പല ജന്മങ്ങളിൽ പോകുന്നില്ല. 84 ലക്ഷം പ്രാണികളുടെ ജന്മമാണ്, പക്ഷെ നമ്മൾ എടുക്കുന്നത് 84 ജന്മമാണ്. നമുക്ക് മനുഷ്യ ജന്മമാണ് ഉള്ളത് അങ്ങനെ. പക്ഷേ അതിൽ ഏറ്റവും ഉയർന്ന ജന്മം ഇതാണ്, ബാബ തരുന്ന ജന്മമാണ്. പിന്നെ യുദ്ധം ഒന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല, യുദ്ധ മൈതാനത്തിലൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ 5 വികാരങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കണം. ഓം ശാന്തി.